ബിന്ദു വിനയകുമാർ ബി.ജെ.പിയുടെ ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റും ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളുമാണ്. ബിന്ദു വിനയകുമാറിൻ്റെ ആളുകളാണ് ആലപ്പുഴയിൽ നിന്നെത്തി പാലക്കാട്ട് പണം നൽകിയതെന്നാണ് ശോഭാ സുരേന്ദ്രൻ്റെ ആക്ഷേപം. ഈ കാര്യം ഭീഷണിയുടെ സ്വരത്തിൽ ബിന്ദുവിനെ തന്നെ വിളിച്ച് അവർ സംസാരിക്കുന്നതിൻ്റെ ശബ്ദരേഖ അവർ ചാനലുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു. വളരെ മോശമായ ഭാഷയിലാണ് ശോഭാ സുരേന്ദ്രൻ ബിന്ദു വിനയകുമാറിനെ ഭീഷണിപ്പെടുത്തുന്നത്. അതിനോട് പ്രതികരിച്ചുകൊണ്ട് ബിന്ദു വിനയകുമാർ നടത്തിയ വാർത്താ സമ്മേളനം യഥാർത്ഥത്തിൽ ശോഭാ സുരേന്ദ്രനെതിരായ കുറ്റപത്രമായിരുന്നു. ബിന്ദു പറഞ്ഞത് ആലപ്പുഴയിലെ നിരവധി ഉൾപാർട്ടി പ്രശ്നങ്ങളിൽ ബി.ജെ.പിക്ക് അകത്തെ ആഭ്യന്തര കാര്യങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ്റെ ഇടപെടലുണ്ട്. ശോഭാ സുരേന്ദ്രന് തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധമുണ്ട്. ആലപ്പുഴയിലെ ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ കൊലപാതകം അത് SDPI നടത്തിയ കൊലപാതകമാണെന്നാണ് പറയപ്പെടുന്നത്. SDPIക്കാർ ആ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇതിനകം. പക്ഷേ വിദൂരമായ ഒരു ബന്ധം രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ കൊലപാതകവുമായി ഉണ്ട് എന്ന് സംശയിപ്പിക്കുന്ന തരത്തിലാണ് ബിന്ദു ഈ കാര്യങ്ങളെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. യാദൃശ്ചികമായിട്ട് അവർ പറഞ്ഞ ഒരു കാര്യം, ആലപ്പുഴ ജില്ലയിലെ ബി.ജെ.പി നേതാക്കളെല്ലാം ഒളിവിൽ പോയിട്ടും ഒരു SDPI പ്രവർത്തകൻ കൊല്ലപ്പെട്ട കാര്യം രഞ്ജിത്ത് ശ്രീനിവാസനെ പോലെ ഒരു നേതാവിനെ അറിയിക്കാൻ ബി.ജെ.പിക്കാരും തയ്യാറായില്ല എന്നാണ്. എന്തുകൊണ്ടാണ് നേതാക്കളെല്ലാം ഒളിവിൽ പോകുമ്പോൾ രഞ്ജിത്ത് ശ്രീനിവാസനോട് മാറി നിൽക്കണം എന്ന് പറയാൻ ബി.ജെ.പിയിൽ ആരുമില്ലാതെ പോയത് എന്ന ചോദ്യം രഞ്ജിത്ത് കൊല്ലപ്പെട്ട നാളുകളിൽ തന്നെ ആലപ്പുഴയിൽ ഉയർന്നു കേട്ടിരുന്നതാണ്. തീർച്ചയായും ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെടുത്തി ചില സൂചനകൾ ബിന്ദു വിനയകുമാർ നൽകുമ്പോൾ അതിന് ഉപോത്ബലകമായി അവരുന്നയിക്കുന്ന മറ്റൊരു കാര്യം, ശോഭയുടെ വളരെ അടുത്ത സുഹൃത്തും സഹായിയുമായിരുന്ന ഒരാൾ സംശയകരമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ്.